ഹലോ ഫ്രണ്ട്സ്, അഗലി ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയുടെ ദോഷപരിഹാരത്തിനായി ജ്യോത്സ്യൻ പ്രതാപനോട് പറയുന്നു, എല്ലാ വെള്ളിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും ശാസ്താവിൻ്റെ നടയിൽ പോയി തൊഴണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ മോളുടെ ദോഷത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ചില വിശേഷ കർമ്മങ്ങളൊക്കെ ചെയ്ത് കാശ് ചെലവാക്കാമെന്നല്ലാതെ വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ചീത്ത സമയമാണ് ഋതിയ മോൾക്ക്. മോക്ക് വേണ്ടി ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ മുന്നോട്ട് വന്നാൽ അത് അവർക്കും മോക്കും വളരെ ദോഷവും ചെയ്യും. പഞ്ചഭൂതങ്ങളിൽ നിന്നും അപകടമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും അടുത്ത ഈ 3 മാസത്തേക്ക് ഞാൻ ഈ ജാതകത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അഗ്നിയുടെ ഭയം കഴിഞ്ഞു. ഇനി പേടിക്കേണ്ടത് വായുവും ജലത്തെയാണ്. ഇതിൽ കൂടുതലൊന്നും വർമ്മസാറെ എനിക്ക് പറയാനില്ല. വരുന്ന പൗർണമി ദിവസം സാറ് മോളെയും കൂട്ടി എൻ്റെ ജ്യോതിശാലയത്തിലൊന്ന് വരണം. ഇപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അന്നേരം ഞാൻ പറയാം. അങ്ങനെ ഋതികയുടെ ജാതകമൊക്കെ നോക്കിയിട്ട് ആ ജ്യോത്സ്യരങ്ങ് പോവുകയാണ്. അംബിക ഉടനെ പറയുക, പ്രതാപ, ഈ ജ്യോത്സ്യൻ പറഞ്ഞതൊന്നും കേട്ട് നീ പേടിക്കണ്ട. ഇതിനേക്കാളും വലിയ ജ്യോത്സ്യന്മാരില്ലേ ഈ നാട്ടിൽ. നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഉള്ളത്? അത് ചേച്ചി, എൻ്റെ അറിവില്ല, ഈ ജ്യോത്സ്യനേക്കാൾ വലുതായിട്ട് ആരും വേറെ ഇല്ല. പ്രതാപ, നീ എന്താ ഇങ്ങനെ? ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിത് എന്ത് പറ്റി? നീ എന്തിനാ ഈ നിസാര കാര്യത്തിനൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്? ഋതികയുടെ ചെറുപ്പത്തിലും അവളുടെ ജാതകം നോക്കി എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെയാന്ന് പറഞ്ഞിരുന്നതല്ലേ? അന്നൊന്നും നിനക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴതുപോലെയല്ല ചേച്ചി. എനിക്ക് എൻ്റെ മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുവാണ്. സങ്കടത്തോടെ പ്രതാപൻ പറയുക, ചേച്ചി, എൻ്റെ മോളുടെ മേൽ ചേച്ചിയുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. ബെസ്റ്റ് പ്രതാപ, കുറുക്കനെ തന്നെ കോഴിയെ ഏൽപ്പിക്കണം. എൻ്റെ മോൾക്കൊരാപത്തും വരാതെ ചേച്ചി എൻ്റെ മോളെ സംരക്ഷിക്കണം. പ്രതാപ, നീ വിഷമിക്കാതെ, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം ഋതിയ മോളെ. പ്രതാപൻ്റെ ഭാര്യയെ അംബിക കാരാഗ്രഹത്തിൽ അടച്ചു വെച്ചിരിക്കുക. ഇനി മകളെയും കൂടെ സംരക്ഷിക്കാൻ കൊടുക്കുവാണ്. പാവം പ്രതാപൻ്റെ ഒരു കാര്യമേ. ദീപക് അംബികയോട് പറയുക, അമ്മേ, ഈ അച്ഛൻ സ്നേഹമേ കുറച്ച് ഓവറാകുന്നില്ലയോ? ശരിയാ മോനെ, എനിക്കും തോന്നുന്നു ഇത് കുറച്ച് ഓവറായി പോകുന്നുണ്ടെന്ന്. അമ്മേ, അധികാലം ഇങ്ങനെ വിട്ടാലേ പറ്റത്തില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോണം. ഋതിക ടെറസിൽ പോയിരുന്നോണ്ട് ഇങ്ങനെ ചിന്തിക്കുവാണ്, ജ്യോത്സ്യൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതും. അമ്മയുടെ കാര്യത്തിലായാലും അച്ഛൻ്റെ കാര്യത്തിലായാലും ഇനി രാജുവിൻ്റെ കാര്യത്തിലായാലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അമ്മ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്? ഓരോ അമ്മമാരും മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ്. ഒരമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ എനിക്ക് കിട്ടാനുള്ള യോഗമില്ലാത്തത് കൊണ്ടായിരിക്കും. എൻ്റെ അമ്മയുടെ മുഖം എങ്ങനെയാണെന്ന് പോലും കാണാൻ പറ്റാത്ത യോഗമില്ലാത്തവളായി പോയില്ലേ ഞാൻ? അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യത്തിലും. ഇപ്പോഴും എൻ്റെ അടുത്തുണ്ടെങ്കിലും അച്ഛൻ്റെ സ്നേഹവും കരുതലും എനിക്ക് കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെയല്ലേ രാജുവിൻ്റെ സ്നേഹവും? എൻ്റെ ജീവന് തുല്യം രാജുവിനെ ഞാൻ സ്നേഹിച്ചതല്ലയോ? എന്നിട്ടും എനിക്ക് ആ സ്നേഹം ലഭിച്ചില്ല. ഞാൻ സ്നേഹിക്കുന്ന ആരുടെയും സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടാൻ അർഹതയില്ലാത്തവളാണോ ഞാൻ? ജ്യോത്സ്യൻ ഇപ്പോൾ പറഞ്ഞത് തുടരെ തുടരെ ഓരോ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നല്ലയോ? ദൈവമേ, ഈ 3 പേരുടെയും സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് പ്രതാപൻ മോളേന്ന് വിളിച്ചോണ്ട് ചെല്ലുന്നുണ്ട്. മോള് ജ്യോത്സ്യൻ പറഞ്ഞതൊക്കെ കേട്ട് പേടിച്ചോ? എൻ്റെ മോള് പേടിക്കണ്ട. എൻ്റെ മോളോടൊപ്പം ഈ അച്ഛനില്ലേ? ജ്യോത്സ്യൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അച്ഛന് നല്ല വിഷമമായി. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ മോള് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ അച്ഛൻ അറിയാം. പക്ഷേ അതിനൊന്നിനും അധികം ഒന്നും ചെയ്യാനേ അച്ഛന് കഴിഞ്ഞിട്ടില്ല. ഏതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ മുന്നിൽ വന്നു നിന്നാൽ അത് നേരിടാനേ ഒരു സപ്പോർട്ട് ഉണ്ടാകണം. അത് ഇതുവരെ അച്ഛൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ മോൾക്കുണ്ടായിട്ടില്ല. ഇനി ഒരു പ്രശ്നം എൻ്റെ മോൾക്ക് വന്നാൽ എൻ്റെ മോളോടൊപ്പം ഈ അച്ഛനുണ്ടാകും. എൻ്റെ മോൾക്ക് കഴിയുന്നതൊക്കെ എൻ്റെ മോള് തന്നെ ചെയ്യണം. എൻ്റെ മോൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ അച്ഛൻ മോൾക്ക് സാധിച്ചു തരും. ഋതിക കരഞ്ഞോണ്ട് പറയുക, അച്ഛൻ്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ ഈ പൊള്ളലുകളോ അതോ ഇതിനേക്കാൾ വലിയ മുറിവുകളോ എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛൻ തന്ന ഈ വാക്കുകളുടെ വില സത്യത്തിൽ അച്ഛന് പോലും അറിയില്ല. എൻ്റെ മുന്നിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടാൻ എനിക്ക് പറ്റും. അതെ, എൻ്റെ കഴിവോ ധൈര്യം കൊണ്ടോ ഒന്നും അല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞ ഈ വാക്കുകളുടെ ഊർജം കൊണ്ട് മാത്രമാണ്. പിന്നെ ജ്യോത്സ്യര് പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും അപകടത്തിൽ പെടുവെന്നുള്ള പേടി എൻ്റെ അച്ഛൻ ഒരിക്കലും വേണ്ട. അച്ഛൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നോടൊന്നും സംസാരിച്ചില്ലെങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഈ സാമീപ്യം ഒന്ന് മാത്രം മതി. എനിക്ക് നേരെ വരുന്ന ഒരു പ്രശ്നങ്ങളിലും ഞാൻ അകപ്പെട്ടു പോവില്ല.
എൻ്റെ അച്ഛനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇനി ഞാൻ ഒന്നിനെയും ഭയക്കില്ല. മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രാജു. അതിന് കാരണം അച്ഛാ, ഞാൻ രാജുവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ടാണ്. പക്ഷേ എൻ്റെ ആ ഇഷ്ടം രാജു മനസ്സിലാക്കിയില്ല. എനിക്കിപ്പോൾ ആ വിഷമം ഒരുപാടൊന്നുമില്ല. കാരണം എന്താണെന്നോ, എനിക്കിപ്പോൾ എന്തും എൻ്റെ അച്ഛനോട് ഷെയർ ചെയ്യാമല്ലോ. എനിക്കത് മാത്രം മതിയച്ചാ. എൻ്റെ മോളെ അച്ഛൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ. ഇനി എൻ്റെ മോളുടെ ജീവിതത്തിൽ വിഷമത്തിന് സ്ഥാനമില്ല. എപ്പോഴും ഇനി സന്തോഷം മാത്രമായിരിക്കും. അതാണ് ഈ അച്ഛൻ്റെ ഇനി ആദ്യത്തെ ലക്ഷ്യം. മോളിനി ഒന്നും ഓർത്ത് അധികം ടെൻഷൻ എടുക്കണ്ട. ഇപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അങ്ങനെ മാത്രം എൻ്റെ മോളിനി ചിന്തിച്ചാൽ മതി എന്നും പറഞ്ഞ് പ്രതാപൻ മോളെ ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടങ്ങ് പോവുകയാണ്. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ രാജുവിന് പൊള്ളലേറ്റതിൽ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുവാണ് അല്പം ചെറുതേന് വേണ്ടിയിട്ട്. അപ്പോൾ രമ്യ കുറച്ച് തേനുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ജയൻ പറയുക, രമ്യ നീ തന്നെ വേണം രാജുവളിയന് പുരട്ടിക്കൊടുക്കുക, അങ്ങോട്ട് ചെന്നേ. ഇതൊക്കെ കണ്ടിട്ട് വേണുവേട്ടന് ദേഷ്യം വരുവാണ്. എടി രാധമ്മേ, ഈ പെണ്ണ് പുരട്ടിക്കൊടുത്താൽ രാജുവിന് ഇഷ്ടപ്പെടുവോ? രാജു ഇനി ആ പെണ്ണിനെ വഴക്ക് പറഞ്ഞാൽ ആ പെണ്ണിനെ സങ്കടമാകത്തില്ലേ? എന്തിനാ ജയ നീ ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത്? അളിയനെ രമ്യ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ അതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട. അവരങ്ങനൊന്ന് അടുക്കട്ടെ രാധമ്മേ. രമ്യ രാജുവിനോട് അടുക്കുമ്പോഴല്ലേ അവർക്കൊരു പ്രണയം തോന്നത്തുള്ളൂ. രാജു കട്ടിലിൽ കിടന്നിങ്ങനെ ഉറങ്ങുവാണ്. രമ്യ ആ തേനും കൊണ്ട് വന്ന് രാജുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. രമ്യ രാജുവിൻ്റെ കട്ടിലിൽ അങ്ങോട്ട് ഇരുന്നോണ്ട് രമ്യ സ്വയം പറയുക, എന്തിനാ രാജു ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി സ്വയം നശിക്കുന്നത്? നിനക്ക് നോവുന്നത് എനിക്ക് സഹിക്കാനാവില്ല രാജു. ഇനിയെങ്കിലും എൻ്റെ രാജു ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ. ഉറങ്ങിക്കിടക്കുന്ന രാജുവിൻ്റെ തലയിൽ അവൾ ഇങ്ങനെ തലോടുവാണ്. നീ ഉറങ്ങുവാണോ രാജു? നീ ഉറങ്ങിക്കോ, നിന്റെ ഈ വേദനയൊക്കെ ഇപ്പം ഞാൻ മാറ്റിത്തരാം. അങ്ങനെ രമ്യ ഉറങ്ങിക്കിടക്കുന്ന രാജുവിൻ്റെ കയ്യിൽ തൂവൽ കൊണ്ടിങ്ങനെ തേൻ പുരട്ടുവാണ്. അവളിങ്ങനെ തേൻ പുരട്ടിക്കൊണ്ട് മനസ്സിൽ പറയുക, ഇത്രയും നാളെ നടന്നതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. ഇനി എൻ്റെ രാജു അവളുടെ പിന്നാലെ നടക്കരുത്. അവളെ രക്ഷിക്കാനോ സമാധാനിക്കാനോ ഒന്നിനും ഇനി സ്വയം വേദനിക്കരുത്. അവൾക്കവിടെ അപകടം പറ്റുമ്പോഴേ അവളെ രക്ഷിക്കാൻ അവിടെ അച്ഛൻ അവിടെ ഇല്ലേ? പോരാത്തന് ആ ദീപക് അവിടെ ഇല്ലേ? ഇപ്പോഴാണെങ്കിൽ പുതിയ ഒരുത്തനും വന്നിട്ടുണ്ടല്ലോ, ആ രോഹൻ. അവിടെ അത്രയൊക്കെ ആളുകളുള്ളപ്പോൾ എന്തിനാ രാജു ആവശ്യമില്ലാതെ എല്ലാത്തിനും ഇടപെട്ടത്? ഇനി അവളുടെ പിന്നാലെ എങ്ങാനും പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും കേട്ടോ. രാജു പതുക്കെ ഉണരുന്നുണ്ട്. ഉണർന്ന് നോക്കുമ്പോൾ രമ്യ അടുത്തിരിക്കുന്നു. രാജു ഒരു ചാട്ടം. നീ എന്താ ഇവിടെ? നീ എൻ്റെ കയ്യിലെന്തോ ഇരിക്കുന്നേ? അയ്യോ, ഇത് രാജു തൂവല്. എന്താ തൂവലും കൊണ്ട് നടക്കാൻ നീ വല്ല പക്ഷിയാണോ? രാജു ഈ പൊള്ളലില്ലേ തേൻ പുരട്ടാനായിട്ട് കൊണ്ടുവന്നതാ. നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നീ ഒന്നും ചെയ്യണ്ട, നീ എഴുന്നേറ്റേ. നീ ആര് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് കയറി വന്നത്? അത് പിന്നെ ജയേട്ടൻ പറഞ്ഞതുകൊണ്ട് വന്നതാ. ആണുങ്ങൾ തനിച്ച് കഴിയുന്ന റൂമിലോട്ട് ഇങ്ങനെ തനിയെ കയറി വരുന്നത് ശരിയല്ലെന്ന് നിനക്കറിയില്ലേ രമ്യേ? രാജു അതിന് വേറെ ആരും അല്ലല്ലോ. നാളെ രാജുവിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ ഞാൻ. അപ്പോൾ രാജുവിൻ്റെ റൂമിലോട്ട് വന്നതിൽ എന്താ തെറ്റ്? രമ്യേ, എനിക്ക് സഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വേദന ഇപ്പോഴെൻ്റെ ശരീരത്തിലുണ്ട്. അതിൻ്റെ കൂടെ നീയും കൂടി ഇങ്ങോട്ട് വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ രമ്യേ? അത് കൊള്ളാലോ രാജു. ഞാൻ രാജുവിൻ്റെ മുറിയിലോട്ട് വന്ന് രാജുവിൻ്റെ കൈ പൊള്ളിയെടുത്തേ അല്പം തേൻ പുരട്ടിയപ്പോഴാണോ രാജുവിന് ഇറിറ്റേറ്റ് വന്നത്? അവളെ ആ ഋതിക അവൾക്ക് വേണ്ടി പൊള്ളിയപ്പോൾ നല്ല സുഖമായിരുന്നല്ലോ അല്ലേ? അയ്യോ എൻ്റെ ദൈവമേ, എനിക്കൊരല്പം പോലും സമാധാനം തരില്ലെന്ന് വിചാരിച്ചിട്ടാണോ ഇവളെ എൻ്റെ റൂമിലോട്ട് പറഞ്ഞു വിട്ടത്? എന്നാലേ രാജുവിൻ്റെ സമാധാനം കളയാനല്ല, രാജുവിനെ സ്നേഹിക്കാനും പൊന്നുപോലെ നോക്കാനുമാ ദൈവം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതൊക്കെ രാജുവിനെ വഴിയെ മനസ്സിലായിക്കോളും. ഇനി ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് മനസ്സിലാക്കാനില്ല രമ്യേ. ആ സമയത്ത് ഋതികയുടെ ഫോൺ രാജുവിന് വരുന്നുണ്ട്. അയ്യോ, ഇപ്പോൾ ഇത് കണ്ടാൽ ഇവളിവിടെ കിടന്ന് വല്ലതൊക്കെ പറയുമല്ലോ, എന്ത് ചെയ്യാനാ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ രമ്യ ചോദിക്കുന്നു, ആരാ രാജു വിളിക്കുന്നത്? അതേ, കളക്ടർ ഓഫീസിന്നാ. രമ്യ ഇപ്പം പൊയ്ക്കോ, ഈ തേൻ പുരട്ടി തന്നേനെ താങ്ക്സ്. വല്ല ചാതിലും രാജു രമ്യ ആ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പെട്ടെന്ന് ഋതികയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. രാജുവിനിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം, ഞാൻ ഓക്കെയാ. മാഡം ഓക്കെ അല്ലേ? എനിക്ക് ചെറുതായിട്ടല്ലേ പൊള്ളിയുള്ളൂ രാജു, എന്നാലും നല്ല പെയിനുണ്ട്. മാഡം എന്നോട് ക്ഷമിക്കണം. രമ്യ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചു. അവളുടെ സ്വഭാവം മാഡത്തിന് അറിയാവുന്നതല്ലേ? മാഡത്തിനും മർമ്മസാറിനും വിഷമം ഉണ്ടായി കാണുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ വീണ്ടും സോറി ചോദിക്കാം മാഡം. അതിൻ്റെ ആവശ്യമില്ല രാജു. രമ്യ പറഞ്ഞതൊക്കെ എനിക്ക് വിഷമം ഉണ്ടാക്കിയെന്നുള്ളത് സത്യമാണ്. എന്നാൽ പിന്നീട് ആലോചിച്ചപ്പോൾ രമ്യ പറഞ്ഞതല്ലേ ശരി.
രാജുവിൻ്റെ ജീവനും ശരീരവും നോക്കാതെ എനിക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. രാജുവിനെ സ്നേഹിക്കുന്ന ആർക്കായാലും അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും. അതെൻ്റെ കടമയല്ലേ മാഡം? അതെയോ? കടമ കൊണ്ട് മാത്രമാണോ രാജു എന്നെ തീയിൽ നിന്ന് രക്ഷിച്ചത്? മാഡം അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല മാഡം. ഹൃതിക മാഡത്തെ ആരെങ്കിലും വഴക്ക് പറയുന്നതോ മാഡം ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നതോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹൃതിക മാഡത്തിനൊരാപത്തുണ്ടാകുമ്പോൾ എൻ്റെ ജീവൻ പണയം വെച്ചായാലും മാഡത്തിനെ ഞാൻ രക്ഷിച്ചിരിക്കും. ഹൃതിക വിങ്ങിപ്പൊട്ടി കരഞ്ഞോണ്ട് ചോദിക്കുന്നു, എന്തിനാ രാജു നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? അയ്യോ അത് മാഡം വേണ്ട രാജു, നിന്റെ സ്നേഹത്തിനെ നീ ഇനി പുതിയ നിർവചനങ്ങളുമായിട്ട് വരണ്ട. രാജു ഇനി എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നോടുള്ള വികാരം അത് സ്നേഹമാണ്, സത്യസന്ധമായ നിഷ്കളങ്കമായ പ്രണയമാണ്. ആ പ്രണയത്തെ ഞാൻ തിരിച്ചറിയുന്നു രാജു. പക്ഷേ രാജു, നിന്റെ ഹൃദയത്തിൽ എന്നോടുള്ള സ്നേഹം അത് പ്രണയമാണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് രാജു, എന്നോട് നിനക്കുള്ളത് പ്രണയമാണെന്ന് നീ തിരിച്ചറിയും. എനിക്ക് നിന്നോട് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ രാജു. ചെറുപ്പം മുതൽ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തുണ്ടായിട്ട് പോലും മനസ്സുകൊണ്ട് വളരെ അകലെയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അകലം വളരെ അടുത്താണ്. എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എൻ്റെ അച്ഛനും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്തോഷം പൂർണ്ണമായിട്ടും എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാജു എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ് രാജു. എൻ്റെ സന്തോഷം നീയാണ്. നീ എന്നിൽ നിന്നും അകന്നു പോകരുത് രാജു, പ്ലീസ് എന്നും പറഞ്ഞ് ഹൃതിയെ കരഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ഈ മാഡം എന്തൊക്കെയായി പറയുന്നത്? എല്ലാം മാഡത്തിൻ്റെ തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണകൾ തന്നെയാണോ എൻ്റെ ഹൃദയത്തിൽ ഹൃദയ മാഡത്തിനോടുള്ള പ്രണയം എന്നിങ്ങനെ രാജു ആലോചിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിന് ഇനിയും ഹൃതികയിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. ഹൃതികയുടെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാനും ആവില്ല. അവസാനം രാജു ഹൃതികയുടെ പ്രണയത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുക തന്നെ ചെയ്യും എന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.